ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എഗ്ഗ് ട്രേ കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തിട്ട് ആ ഫ്ലവേഴ്സ് നമ്മൾ ഒരു ബൊക്കെ മോഡലും അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് ആക്കി എടുക്കാനായിട്ടാണ് ഈ ചെയ്തത്. നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെ ട്രേയിൽ നിന്നും ആ ഒരു ബൗളായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ കട്ട് ചെയ്ത ഇതിന് ശേഷം അതിൽ തന്നെ ഉണ്ട് ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു പോർഷൻ ഇനി കട്ട് ചെയ്തിന് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. 4 ചുറ്റിലും ഇതുപോലെ അതിൽ തന്നെ ഉണ്ട് ഒരു അടയാളം. അത് ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഓരോ പോർഷനിലും ഉള്ളത് കട്ട് ചെയ്തിന് മാറ്റുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഷേപ്പ് അനുസരിച്ച് നമ്മൾ അല്ലാതെ ഫ്ലവർ വരച്ചിട്ട് ചെയ്യേണ്ട കാര്യവുമില്ല ഇതിൽ. ഇതുപോലെ ആ ഒരു പോർഷൻസുകൾ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമ്മളത് റൗണ്ടായിട്ട് എടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം. ഇത് പക്ഷേ എളുപ്പത്തിൽ ആ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് ഒരു പോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2 സൈഡും കംപ്ലീറ്റ് ചെയ്ത് വേണമെങ്കിലും പോവാം. ഇതിപ്പം കുറച്ചും കൂടി ഒരു എളുപ്പത്തിൽ ചെയ്യാനായിട്ട് റൗണ്ട് ചെയ്ത് എടുത്തതന്നേ ഉള്ളൂ. ഇതുപോലെ ഇനി അതിൻ്റെ വേറൊരു സൈഡ് നമ്മൾ അപ്പോഴി തന്നെ വേണമെങ്കിൽ അത് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഒരു ഷേപ്പിന് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് പോലെ ആക്കി എടുത്തിരിക്കുകയാണ്. ഈ 4 ഇതളോടുകൂടി ആക്കിയ ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഒരുപാട് ഇതിപ്പം 10-15 ഇതുപോലെ കളർ ട്രേസുകളും വരും. നമുക്കതാകുമ്പം ഷെയ്ഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്നും നമുക്ക് വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൊക്കെ ആയാലും ഇതിൻ്റെ വാൾ ഹാങ്ങിങ്ങും അതുപോലെ തന്നെ ഇത് ബോ ഡെക്കറേഷന് വേണമെങ്കിൽ ഇതുപോലെ ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കളർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് ഈ പേപ്പർ ട്രേ ആണെന്ന് അറിയത്തത് കൂടിയില്ല. നല്ല ടൈറ്റായിരിക്കും. അത് അങ്ങനെ തന്നെ നമുക്ക് ക്വിക്ക് ഫ്ലെക്സ് വെച്ച് ആ ബോയിൽ ഒട്ടിച്ചെടുക്കാം. അല്ലാതെ വോൾ ഡെക്കറേഷന് വേണമെങ്കിൽ നമുക്ക് ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഫ്ലവേഴ്സാക്കി എടുക്കാം. പല കളറിലെ ഫ്ലവേഴ്സാക്കി നമുക്ക് ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കാം. അതിന് മനോഹരമായിരിക്കും. ഇതുപോലെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് ബാക്കിലോട്ടൊന്ന് ടേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ബാക്കിലോട്ടൊന്ന് വളച്ചൊന്ന് ടേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം ഷേപ്പ് വരച്ചിടുകയും വേണ്ട, ഒന്നും വേണ്ട. അതിലൊരു ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. ഇതുപോലെ ട്രേ എടുത്തിട്ട് ഇനി അതിലെല്ലാം വൈറ്റ് കളറാണ് ചെയ്യുന്നത്. അത് ഫാബ്രിക് കളറിൻ്റെ കൂടിയ അക്ലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കളർ ചെയ്തെടുക്കാം. ഇതുപോലെ വൈറ്റ് കളർ ഇട്ടതിന് ശേഷമാണ് എല്ലാത്തിലും അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ പിങ്ക് കളറും ചെയ്തിട്ടുണ്ട്. ഒരു പേപ്പറിൻ്റെ ഷെയ്ഡ് കളയാനായിട്ട് ആ ബാക്ക് സൈഡിൽ പിങ്ക് കളറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് ഓറഞ്ച് കളറാണ് ലൈൻ ഷെയ്ഡ്. വെറുതെ നമ്മൾ ചെറിയ പോയിൻ്റ് ബ്രഷ് എടുത്ത് വെറുതെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കായാലും എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനത് ഗോൾഡൻ വയർ, അതായത് കമ്പി യൂസ് ചെയ്ത്, കമ്പിയും അതുപോലെ തന്നെ പൂമ്പടിയും അതായത് പിപ്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ പിപ്സ് കെട്ടുന്നത് ടൈറ്റായിട്ട്, ചിലർക്കത് കെട്ടാൻ ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ട്. അത് പക്ഷേ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. കെട്ടിയിട്ട് ആ താഴത്തെ ഒരു കമ്പി താഴോട്ട് വളച്ച് കൊണ്ടുവന്ന് അത് നല്ലതുപോലെ ചുരുട്ടി അതിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. ഇനി ആ എല്ലാ ഫ്ലവറിലും നമ്മൾ മുട്ടുപിന്നോ അല്ലെ ഏതെങ്കിലും വെച്ച് എല്ലാത്തിലും ഒരു ഹോൾ ഇട്ടതിന് ശേഷം, ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. ഇതിലിപ്പോൾ ഞാൻ ആ ഒരു സെൻറ്ററിലേക്ക് ചെറിയ വെള്ള മുത്തുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും കൂടി കുറച്ചും കൂടി ഡെക്കറേറ്റ്, നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഗോൾഡൻ 3D വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് ആ ബോർഡർ ലൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയിപ്പം ഇത് ഇതുപോലെ മുത്ത് കൊരുത്തെടുക്കുകയാണ്. എല്ലാത്തിലും മുത്തുകൾ കൊരുത്ത് വെച്ചിട്ടുണ്ട്. ആ കൊരുത്ത മുത്തെടുത്ത് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വലിയൊരു സൂചി കൊണ്ട് ഞാൻ ഹോള് ചെയ്തതിന് ശേഷം അതിലെല്ലാം കൊരുത്തെടുത്തതിന് ശേഷം ഫെവി ബോണ്ട് യൂസ് ചെയ്ത് അതെല്ലാം ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒട്ടിച്ച് തന്നെ എടുക്കണം, എങ്കിൽ മാത്രമേ ആ സെൻറ്ററിൽ അങ്ങനെ നിൽക്കത്തുള്ളൂ.
ഇനി ആ ഒട്ടിച്ചെടുത്ത ഓരോ ഫ്ലവറിലും ഞാൻ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത് ചുറ്റിയെടുക്കുകയാണ്. ആദ്യം ചുറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്ന് മുറുകി പിടിക്കേണ്ടി വരും, അവിടെ നിന്ന് ടൈറ്റായിട്ട്. കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം സ്ലിപ്പ് ആവുന്നതുകൊണ്ട് ഒന്ന് മുറുക്കി പിടിച്ചതിന് ശേഷം പെട്ടെന്ന് മുറുക്കി പിടിച്ചിട്ട് മുകളിലോട്ട് ഇത് കാണിക്കുന്ന കണക്കൊന്ന് തടവി കൊടുക്കുമ്പോൾ മുകളിലോട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. എന്നിട്ട് താഴോട്ട് ചുറ്റിയെടുക്കുക. ഇങ്ങനെ ചുറ്റി വരിഞ്ഞിട്ടുള്ള ഓരോ ഫ്ലവറും എടുത്ത് അത് നല്ലത് പിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഇതിപ്പം ഈ ട്രേഡ് അല്ലാതെ നമ്മൾ ഏത് ഫ്ലവർ ചെയ്താലും ഇതുപോലെ പിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫ്ലവറിൽ ഇതുപോലെ ഓരോന്നെടുത്ത് ഈ കാണിക്കുന്നത് കണക്ക് പിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ പിരിച്ച് വെച്ചതിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് അടുത്ത ഫ്ലവേഴ്സുകൾ നമുക്ക് കൊടുക്കാം. ഈ ഒരു ഗോൾഡൻ വയർ കുറച്ച് നീളത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിൽ നമുക്ക് കുറേ ഫ്ലവറുകൾ ചെയ്യാം. അത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫ്ലവേഴ്സ് ഒന്ന് മുകളിലോട്ട് നമുക്ക് ഈ കമ്പിയിലൊന്ന് മുകളിലോട്ട് വളച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അത് ഈ പച്ച ലീവ്സ് ഇട്ടിട്ട് മനോഹരമാക്കി നമ്മൾക്കൊരു വോൾ